വെണ്ട കൃഷി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ആഴത്തിൽ ചാല് കീറിയിട്ട് അതിലെ വിത്തുകൾ പാകിയോ അല്ലെങ്കിൽ തൈകൾ മുളപ്പിച്ച് പറിച്ചു നട്ടോ നമുക്ക് വെണ്ട കൃഷി ചെയ്യാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെണ്ട വളരെ ഉയരത്തിൽ പെട്ടെന്ന് പൊങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചാല് ഉണ്ടാക്കുമ്പോൾ അതിന് ആഴം വേണം. അല്ലെങ്കിൽ കുഴി എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിലും നല്ല ആഴം വേണം. ഇല്ലെങ്കിൽ വെണ്ട ഉയരത്തിൽ വരുന്നതുകൊണ്ട് ഒടിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ചാഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നടുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ ഉണക്ക ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ അടിവളമായി ഇട്ട് നൽകിയതിന് ശേഷം നമുക്ക് ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷം തൈകൾ പറിച്ച് നടാം. പിന്നെ ഓരോ 15 ദിവസം കൂടുമ്പോഴും വെണ്ടയ്ക്ക് നന്നായിട്ട് വളം ചെയ്തു കൊടുക്കേണ്ടതാണ്. മാസത്തിലൊരിക്കൽ ഓരോ ടീസ്പൂൺ കുമ്മായം കടഭാഗത്തുനിന്ന് ദൂരെ നീക്കി വെണ്ടയുടെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള വെണ്ടയ്ക്കകൾ ഉണ്ടായി കിട്ടും. കൂടുതൽ കാലം വിളവ് ലഭിക്കുകയും ചെയ്യും.